1980 നവംബർ 16 മലയാള സിനിമയുടെ കറുത്ത ദിനം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. നല്ല മഴ, പ്രകൃതി കണ്ണീർ തൂകിയൊരു ദിവസം. 45 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നവംബർ അടുത്തെത്തി. അന്നും മഴ പെയ്യുമായിരിക്കും. എത്ര പെയ്താലും തീരാത്ത മഴ. ജയനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത മഴ പെയ്തുകൊണ്ടേയിരിക്കും. മരിക്കാത്ത ഓർമ്മകൾ, പ്രണാമം. തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്നി പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി വിടെ. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്നി പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു നായക നടനാണ്. മലയാളത്തിലെ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, അതാണ് ജയൻ. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാതെ മലയാള സിനിമയുടെ ചരിത്രം പൂർണ്ണമാകില്ല. 1974 മുതൽ 1980 നവംബർ 16 മദ്രാസിലെ ഷോളാവാരം എയർ സ്ട്രിപ്പിൽ വെച്ചുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ മരണത്തിലൂടെ അതൊരു ചരിത്രമായിരുന്നു അവിടെ തീർന്നു പോയത്. 1974 നമ്മുടെ JC സംവിധാനം ചെയ്ത ശാപമോക്ഷം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ കാലെടുത്ത് വെച്ചത്. അതിന് മുൻപ് അദ്ദേഹം ബോയ്സ് നേവിയിലായിരുന്നു. അതിനുശേഷം വിരമിച്ച് കൊച്ചി ടൂറിസ്റ്റ് ഹോമിലും അവിടുത്തെ പ്രാന്തപ്രദേശങ്ങളിലും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. അങ്ങനെ അവിടുത്തെ ജോസ് ജംഗ്ഷനിലെ രാജൻ ജോസ് പ്രകാശിൻ്റെ മകൻ്റെ പരിചയപ്പെടുകയും അദ്ദേഹത്തിലൂടെ ജോസ് പ്രകാശിനെ പരിചയപ്പെട്ടു. ആ ജോസ് പ്രകാശിൻ്റെ റെക്കമെൻഡേഷനിലൂടെ ആണ് JC സംവിധാനം ചെയ്ത ശാപമോക്ഷം സിനിമയിൽ ജയൻ എന്ന കൃഷ്ണൻ നായർ വരുന്നത്. യഥാർത്ഥ നാമം കൃഷ്ണൻ നായർ എന്നായിരുന്നു. ഈ ജയൻ എന്ന നാമം കൊടുത്തത് പോലും ജോസ് പ്രകാശ് സാറായിരുന്നു. അങ്ങനെയാണ് മലയാള സിനിമയുടെ മറ്റൊരു കാലഘട്ടം. നസീർ, സത്യൻ, സുകുമാരൻ കാലഘട്ടത്തിന് ശേഷം ജയൻ കാലഘട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ഡ്യൂപ്പ് പോലും ഉപയോഗിക്കാതെ ആക്ഷൻ സീക്വൻസുകളിൽ അഭിനയിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ മലയാളികൾക്ക് കാര്യമായിട്ടുള്ളൊരു വിനോദോപാധി മലയാള സിനിമ മാത്രമായിരുന്നു. അങ്ങനെ അവർ കണ്ടിരുന്ന ശക്തമായ കഥാപാത്രങ്ങൾ, ആക്ഷൻ ചിത്രങ്ങൾ ജയന് നൽകാൻ കഴിഞ്ഞു. ചന്ദ്രഹാസം, ആവേശം, തടവറ, ആ കാലഘട്ടത്തിൽ കോഴിക്കോട് ഷൂട്ട് ചെയ്ത അങ്ങാടി എന്ന് പറഞ്ഞാൽ PV ഗംഗാധരൻ, ഗൃഹലക്ഷ്മിയുടെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഷൂട്ട് ചെയ്ത കോഴിക്കോടിൻ്റെ അങ്ങാടിയുടെ തെരുവുകളുടെ കഥ പറഞ്ഞ ഈ അങ്ങാടിയിൽ ബാബു എന്ന ട്രേഡ് യൂണിയൻ നേതാവിനെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കുകയുണ്ടായി. 1979 ഡിസംബറിൽ ഷൂട്ട് ചെയ്ത ഈ ചിത്രം 1980 ഏപ്രിലാണ് റിലീസ് ചെയ്തത്. ഏപ്രിൽ റിലീസ് ചെയ്ത ആ സിനിമ കഴിച്ച് ഏകദേശം ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ 1980 നവംബർ 16 അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മദ്രാസിലെ പാൻഗ്രോവ് ഹോട്ടലിൽ നിന്നും ജയനും PN സുന്ദരം എന്ന സിനിമ യൂണിറ്റും ഷോളാവാരം എയർ സ്ട്രിപ്പിൽ പോകുമ്പോൾ കനത്ത മഴയായിരുന്നു. മഴ തോരാൻ കാത്തിരുന്നുകൊണ്ട് കൃത്യം ഏകദേശം ഒരു ഉച്ച 2:30 മണിക്കാണ് ഷൂട്ടിംഗ് ആരംഭിക്കാൻ സാധിച്ചത്. കുറേ രംഗങ്ങൾ എടുത്തു കഴിഞ്ഞെങ്കിലും വീണ്ടും റീടേക്സ്
ആവശ്യപ്പെട്ട നടൻ ആ രംഗം പൂർണ്ണമായ സമ്മതമില്ലാതെ തന്നെ PN സുന്ദരം എന്ന ഡയറക്ടർ വീണ്ടും ചിത്രീകരണം ആരംഭിച്ചു. ആ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റായിരുന്ന സമ്പത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു ഭാഗത്ത് വെയിറ്റ് കൂടുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് തെറ്റിപ്പോകുമെന്ന്. പക്ഷേ പലപ്പോഴും അഭിനയത്തിൽ തൻ്റെ ഇൻവോൾവ്മെൻറ്റിലൂടെ മറന്നുപോകുന്ന ബാലങ്കൻ നായർ മുൻപ് സമ്പത്ത് പറഞ്ഞ, പൈലറ്റ് പറഞ്ഞ, ഒരിക്കലും നിങ്ങൾ സീറ്റ് ബെൽറ്റ് അഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം സീറ്റ് ബെൽറ്റ് അഴിക്കുകയും ആ ഭാഗത്തേക്ക് വെയിറ്റ് കൂടുകയും പെട്ടെന്ന് ഈ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് പോയിട്ട് ഈ ബാലങ്കൻ നായർ ഹെലികോപ്റ്ററിൻ്റെ പുറത്തേക്ക് വീഴുകയും അതിനുശേഷം നേരെ വന്ന് നേരെ താഴെ കനത്ത കോൺക്രീറ്റിൻ്റെ ഒരു റൺവേ ആയിരുന്നു. ഈ കോൺക്രീറ്റ് റൺവേക്ക് ഒരു കഥയുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഹെലി സ്ട്രിപ്പാണ്. അങ്ങനെ നേരെ വന്ന് കാൽമുട്ടിടിച്ച് അതേ ഹെലികോപ്റ്റർ വീണ്ടും താനെ പറന്നുയർന്ന് വീണ്ടും തറയിൽ വന്നിടിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 1974 മുതൽ 1980 വരെ ഉണ്ടായിരുന്ന വെറും ഒരു 6 വർഷത്തെ കാലയളവിനുള്ളിലാണ് ഇന്നും മലയാളികൾ ഓർക്കുന്ന, ഈ 45 വർഷങ്ങൾക്ക് ഇപ്പുറം ഓർക്കുന്ന ജയൻ എന്ന ധ്രുവ നക്ഷത്രത്തിൻ്റെ പ്രക്ഷോഭ ചൊരിയുന്ന ആ ഒരു ദിവ്യ ചേതസിൻ്റെ സിനിമ ജീവിതം എന്ന് പറയുന്നത്. ഇന്നും മറ്റുള്ള പല സിനിമകൾ 4K വരുമ്പോഴും ജയൻ്റെ ഒരു സിനിമ ശരഭഞ്ജനം മാത്രം 4K വന്നിരുന്നു. വീണ്ടും പല സിനിമകൾ അതിൻ്റെ അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 1980-ലും 90-ലും ജനിക്കപ്പെട്ട പല യങ്സ്റ്റേഴ്സ് പോലും അദ്ദേഹത്തിൻ്റെ സിനിമ വീണ്ടും വീണ്ടും കാണുന്നു. കാരണം റീവാച്ചബിളായിട്ടുള്ള സിനിമകളാണ്. ആക്ഷൻ സീക്വൻസുകളും ഗാനരംഗങ്ങളിലാണെങ്കിലും വളരെ മനോഹരമായി അഭിനയിക്കുന്ന ഒരു പാഠവും തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരത്തിൽ മാധവൻ നായരുടെയും ഭാരതി അമ്മയുടെയും മകനായി 1940-ലാണ് ഈ കൃഷ്ണൻ നായർ കൊല്ലത്ത് ജനിക്കുന്നത്. ഇവരുടെ അച്ഛനമ്മമാർ കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായില്ല. അങ്ങനെ അവിടുത്തെ ഒരു അമ്പലത്തിലൊരു സന്യാസി പറഞ്ഞു കൊടുത്ത പ്രകാരം ഒരു ആലിൻ തൈ അവിടെ നട്ടുപിടിപ്പിച്ച ശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ അതിലെ പ്രവചനം ഉണ്ടായിരുന്നു, ഒരു വലിയ ഒരുപാട് ആയുസ് ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് പ്രശസ്തിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നൊരു ഏറ്റവും നല്ല ഒരു പ്രശസ്തിയിലേക്ക് വന്ന ഒരു എന്താ പറയുക, ശുക്ര നക്ഷത്രം തന്നെയാണ് ഈ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയൻ. അദ്ദേഹം നമ്മുടെ കോഴിക്കോട്ട് ഉള്ളായിരുന്ന ബേബി എന്ന സംവിധായകൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ട് നായകനായിട്ട് വേഷം ചെയ്യുന്നത് അവനോ അതോ അവളോ. ആ സിനിമയിൽ പ്രതിനായകൻ KP മറായിരുന്നു. അതിൽ നായക വേഷം ചെയ്തിരിക്കുന്നത് ജയൻ സാറാണ്. അതിനുശേഷം ലവ് ഇൻ സിംഗപ്പൂർ, പിന്നെ കോഴിക്കോട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ അനുപല്ലവി, സർപ്പം, ശക്തി, ഒരുപാട് സിനിമകൾ കോഴിക്കോടാണ്. അങ്ങാടി, പിന്നെ അഭിനയം. ഈ അഭിനയം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ BP മൊയ്തീൻ, എന്നുവെച്ചാൽ മുക്കത്തുണ്ടായിരുന്ന കാഞ്ചനമാലയുടെ കാമുകനായിരുന്ന നമ്മൾ എൻ്റെ സ്വന്തം മൊയ്തീൻ സിനിമയുടെയൊക്കെ ബേസ് കഥയായിട്ടുള്ള BP മൊയ്തീനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ആ സിനിമ ജയൻ സാറ് സ്ഥിരമായി ചെയ്യുന്ന ആക്ഷൻ വേഷങ്ങളിൽ നിന്ന് മാറിയുള്ള ചിത്രമായിരുന്നു. ജയൻ സാർ മരിച്ചതിന് ശേഷമാണ് അത് റിലീസ് ചെയ്തത്. അതിൻ്റെ സംവിധായകൻ ബേബി ആയിരുന്നു. അപ്പം നമ്മുടെ കോഴിക്കോട് ഫറോക്കിൽ പുതേരി ടൈൽ ഫാക്ടറി, പുതേരി പാലസ്, ഇതിൻ്റെയൊക്കെ ഉടമസ്ഥരായിരുന്ന രഘുകുമാറും പിന്നെ മുരളി, അഞ്ചൽ കോഴിക്കോട് രാധാ തിയേറ്ററിൻ്റെയും കോർണേഷൻ തിയേറ്ററിൻ്റെയും ഉടമസ്ഥന്മാരായ അവരുടെ ധന്യ ഫിലിംസിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഈ ഫറൂഖും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അത് 1979-80 കാലഘട്ടത്തിലാണ്. അതിൽ ഒരുപാട് സ്ഥിരമായിട്ടുള്ള നായകന്മാരാണ് ഉണ്ടാകുക. ഒന്ന് രവികുമാർ ആയിരിക്കും, അല്ലെങ്കിൽ ജയനായിരിക്കും, പിന്നെ നമ്മുടെ വിധുപാല, പിന്നെ നമ്മുടെ അവരുടെ അങ്ങനെയുള്ള ഒരു പിന്നെ KJ ജോയ് സംഗീതം, അങ്ങനെയുള്ള ഒരു ടീമായിട്ട് ഒരുപാട് പടങ്ങൾ വന്നിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ശരിക്കും ജൈത്രയാത്ര തുടങ്ങിയിരുന്നത്. അങ്ങനെ ഈ പറയുന്ന ഈ അങ്ങാടി ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന മുമ്പ് തന്നെയാണ് നീണ്ടകരയിൽ പോയിട്ട് മീൻ സിനിമ ഷൂട്ട് ചെയ്യുന്നത്, വിശിഷ്ടപടം. ഈ അങ്ങാടി സിനിമ 35 mm ഷൂട്ട് ചെയ്തെങ്കിലും മീൻ എന്ന സിനിമാസ്കോപ്പ് പടമാണ്. അങ്ങനെ ആ പടം ഷൂട്ട് കഴിഞ്ഞു. ആ പടം നല്ല ഹിറ്റായിരുന്നു. പിന്നെ തുടരെ ചാകര, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നു. പിന്നെ മരണപ്പെടുമ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ പാതി വഴിയിൽ ഷൂട്ട് നടക്കുമായിരുന്നു.
അറിയപ്പെടാത്ത രഹസ്യം ഷൂട്ടിങ് നമ്മുടെ പിരുമേട്ടൻ നടക്കുന്നു. പിന്നെ ആക്രമൺ സിനിമയുടെ കുറച്ച് ബാലൻസ് ഉണ്ട്. പിന്നെ മദ്രാസിൽ ഗർജന സിനിമയുടെ ഷൂട്ടുണ്ട്. മൊത്തത്തിൽ ടൈറ്റ്, ഭയങ്കര ബിസിയായിരുന്നു. അവസാന സമയത്ത് ഈ മദ്രാസിൽ എയർപോർട്ടിൽ വെച്ചിട്ട് കുതിരവട്ടം പപ്പനെ കണ്ടപ്പം ജയൻ സാർ പറഞ്ഞൊരു കാര്യം പപ്പുവേട്ടന് വേറൊരു സമയത്ത് അനുസ്മരിച്ചിട്ടുണ്ട്. പപ്പുവേട്ടാ, ഞാൻ സ്ഥിരമായിട്ട് ഒന്ന് ശരിക്കും ഉറങ്ങിയിട്ട് മാസങ്ങളായി. അത്രയും തിരക്കായിരുന്നു. കാരണം രാവും പകലും ഓടി നടന്ന് അഭിനയിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ഈ ഒരു അറിയപ്പെടാത്ത രഹസ്യം തെറ്റെന്നും നവംബർ 15-ാം തീയതി പോയി അടുത്ത ദിവസം 16-ാം തീയതി ഈ ഷൂട്ട് നടക്കുമ്പോൾ ഈ ഒരു അപകടം നടന്നത്. 1978 ഷൂട്ട് നടന്ന ശരഭഞ്ജനം, അതിലൊരു രാജശേഖരൻ തമ്പി എന്ന ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. ആ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ത്യാഗരാജ മാഷായിരുന്നു സംവിധാനം നിർവഹിക്കേണ്ടത്. അദ്ദേഹത്തിന് വേറെ ഇവിടെ പോകേണ്ടതുകൊണ്ട് ആ രംഗം ഹരിഹര സാറിനോട് ജയൻ പറഞ്ഞു, ആ സ്റ്റണ്ട് ഫൈറ്റ് ഞാൻ ചിത്രീകരിക്കാം. അപ്പോൾ അത് ഹൈദരാബാദിൽ വെച്ചിട്ടുള്ള ഒരു പാറ കെട്ടിൻ്റെ മുകളിലാണ് സത്താറും ഈ ജയനുള്ള ഫൈറ്റ് ഉള്ളത്. അപ്പോൾ അത് അദ്ദേഹം കൈവച്ച് മറ്റൊരു മേഖലയാണ്. പിന്നെ നമ്മുടെ സിനിമ എല്ലാം തന്നെ മനോഹരമായിട്ട് പാടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ജയൻ. പിന്നെ മലയാള സിനിമയിൽ ഇന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് ഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗാനരംഗങ്ങൾ അങ്ങാടി എന്ന സിനിമയിലെ കണ്ണും കണ്ണും, പിന്നെ സർപ്പം എന്ന സിനിമയിലെ ഏഴാം മാളികമേലെ, അനുപല്യം എന്ന സിനിമയിലെ നീരാട്ട്, പിന്നെ നമ്മുടെ ലവ് ഇൻ സിംഗപ്പൂരിലെ ചാംചക്ക ചുമരിച്ചക്കപ്പാട്ട്, അങ്ങനെ ഒരുപാട് ഗാനരംഗങ്ങളിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗാനരംഗങ്ങളിലാണെങ്കിലും പിന്നെ അത്യാവശ്യം കോമഡി ചെയ്തൊരു സിനിമയായിരുന്നു അനുപല്ലവി. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫറൂഖിലെ KCB ഓഫീസിലാണ്. അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ബേബിയുടെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട നടൻ തന്നെയായിരുന്നു. പ്രേംനസീർ നായകനാണെങ്കിലും ലിസ എന്ന സിനിമയിൽ ഒരു ഉപനായകനായിട്ട് ഒരു CID ഓഫീസർ റോളിൽ ജയൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിക്കോടായുള്ള ഒരുപാട് ബന്ധം ജയനുണ്ടെന്ന് പറയാം. ജയന് കൽപ്പകൗടി ടൂറിസ്റ്റ് ഹോം, ക്രൗൺ തിയേറ്ററിൻ്റെ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അളകാപുരിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഴിക്കോട് കടപ്പുറത്തെ 2-ാം കടൽപ്പാലത്തിൽ ഒരുപാട് ക്രെയിനുകളുള്ള പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ വെച്ചിട്ട് ഒരു നല്ല മനോഹരമായിട്ടൊരു ഫൈറ്റ് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സിനിമയാണ് ലിസ. ആ ഒരു ഇന്നും വേറെ അത്രയും മനോഹരമായിട്ടൊരു വേറൊരു ഫൈറ്റ് അവിടെ ചിത്രീകരിച്ചിട്ടില്ല. ഇന്ന് പാലം വെറും തൂണുകൾ മാത്രമായിട്ടുള്ള ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് ഓർത്തു നോക്കുമ്പോൾ ജയൻ എന്ന നടൻ കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. മദ്രാസിലെ പാംഗ്രോ ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിൽ ഹാരിഫ എൻ്റർപ്രൈസസിൻ്റെ മൂർഖൻ എന്ന സിനിമയുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം താമസിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ജോൺ പോൾ ഉണ്ടായിരുന്നു. ഭരതൻ സാറിൻ്റെ കൂടെ നിരവധി ചിത്രങ്ങളിൽ തിരക്കഥ എഴുതിയിട്ടില്ല. ഈ ജോൺ പോളിനെ കൊണ്ട് ഒരു തിരക്കഥ എഴുതിക്കണമെന്ന് ജയൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തോ ഞാൻ തന്നെ ഈ സഫാരി ചാനലിൽ ജോൺ പോൾ സാറ് സംസാരിക്കുന്നത് കേട്ടതാണ്. അങ്ങനെ ജയൻ സാറ് ഈ ജോൺ പോളിനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു കഥ എഴുതണം. ഹാരിഫ എൻ്റർപ്രൈസസ്, സിനിമയുടെ പേര് മൂർഖൻ. എന്തോ ജോൺ പോള്, കാരണം ഞാൻ ജയൻ അഭിനയിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട പടത്തിൻ്റെ തിരക്കഥ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് സ്വയം മാറി നിന്നു. അങ്ങനെ അത് പിന്നീട് നമ്മുടെ പാപ്പനംകോട് ലക്ഷ്മണനാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. അപ്പോൾ സഫാരി ചാനലിലെ പരിപാടിയിൽ പിന്നീട് ഈ പാപ്പനംകോട് ലക്ഷ്മണൻ നമ്മുടെ ഈ ജോൺ പോൾ സാറിനോട് പറഞ്ഞു, നിങ്ങൾ എഴുതേണ്ട ഒരു തിരക്കഥ ഞാനാണത് എഴുതിയിരുന്നത്. അപ്പോഴേക്കും ജയൻ സാർ മരിച്ചിരുന്നു. പക്ഷെ അത് ജയൻ്റെ മരണത്തോടു കൂടി അത് റിലീസ് ചെയ്തപ്പോൾ ഒരു നല്ല സിനിമയായിട്ട് ഒരുപാട് 2-3 ഒരു 25-30 ദിവസത്തിന് മുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിയിട്ടുണ്ട്. ടൈഗർ സലീം എന്ന ചിത്രത്തിലൂടെ വന്ന ജോഷി എന്ന സംവിധായകൻ പിന്നെ 2ാമത്തെ ചിത്രത്തിലൂടെയാണ് ഒരു ജനപ്രിയ സംവിധായകനായി മാറുന്നതും. അന്ന് ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോൾ ജയൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു AB രാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ജോഷിയെ കൊണ്ട് പടം ഡയറക്റ്റ് ചെയ്യിക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ജോഷിക്ക് കൊടുത്ത വാക്കിൽ അരിഫ ഹസൻ വേറെ ഡയറക്ടർ പറഞ്ഞപ്പോഴും ജോഷിയെ തന്നെ വേണമെന്ന് പറയുകയും അങ്ങനെ ആ പടം
നല്ല ഹിറ്റായി മാറുകയും ഇന്നും മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഒരു സംവിധായകനായി ജോഷി തുടരുവാൻ ജയൻ സാർ കാരണമായിട്ടുള്ള ഒരു ചരിത്രം എത്ര പേർക്കറിയാം? ഈ ആരിഫ് ഹസൻ്റെ മറ്റൊരു പടമായ ബെൻസ് വാസു, അതിലൊരു ഫൈറ്റ് ചിത്രീകരണത്തിനായി ഈ ജോഷി സാറിനെ വിളിച്ചിരുന്നു. ഒരു ഫൈറ്റ് ചിത്രീകരണം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മനോഹരമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അതിൻ്റെ ക്യാമറമാൻ വില്യംസ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന മറ്റേ മൂർഖൻ എന്ന സിനിമ ഉണ്ടാകുന്നതും. ആ സിനിമ അഭിനയിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഏറെക്കുറെ ഡബ്ബിങ് കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ നവംബർ 16 വൈകിട്ട് മൂർഖൻ എന്ന സിനിമയുടെ പ്രിവ്യൂ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും വൈകിട്ട് അവിടെ പ്രിവ്യൂവിന് കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ജയൻ സാർ അപകടം പറ്റുന്നതും അങ്ങനെ മരണം അടിഞ്ഞു തന്നതും. അങ്ങനെ അത് ആ പ്രിവ്യൂ നടന്നോ എന്നുള്ളത് കാര്യം എനിക്കറിയില്ല. അപ്പം അങ്ങനെയാണ് എന്നെ ന്യൂസ് കേട്ടത്. തികച്ചും നിർഭാഗ്യവാനായ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു കേട്ട ഓർമ്മയുണ്ട്. വലിയ ചരിത്ര വാരികകൾ ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം കൊടുത്തത് ജയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നിറഞ്ഞാടുമ്പോഴായിരുന്നു ദീപം എന്ന സിനിമ അതിൻ്റെ 6:30 ഷോ നടക്കുമ്പോഴാണ് വെള്ള ഗ്ലാസ്സിൽ എഴുതിയൊരു എഴുത്ത് തിയേറ്ററിൻ്റെ സ്ക്രീനിൽ കണ്ടപ്പോൾ അത് വായിച്ചിട്ട് നിറഞ്ഞ് കണ്ണീരോടുകൂടി പുറത്തെ കൂടിയ ജനങ്ങൾ, അന്നത്തെ ജനങ്ങളത് അതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലെ നായകൻ ജയൻ അന്തരിച്ചു. ഇന്ന് വരെയുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഇദ്ദേഹത്തിൻ്റെ ബോഡിയുമായി വരുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലും മെഴുകുതിരിയും കത്തിച്ച് അപാലവൃത്തം ജനങ്ങൾ നിന്ന ഒരു കാഴ്ച ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ചരിത്ര നടൻ്റെ പേരിൽ അദ്ദേഹത്തിനെ കൊല്ലം മുളങ്കാട് ശ്മശാനത്തിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായ ആ ജയൻ സാർ അവിടെ ആ ദീപം അവിടെ അണയുകയായിരുന്നു. ഈ മരണപ്പെട്ട് ഈ 45 വർഷം തികയുമ്പോഴും ഇന്നും സജീവമായ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ജയദീപം, ജയതാരകം, ഓൾ കേരള ജയൻ ഫാൻസ്, ഹൃദയതാരകം, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇന്നും സജീവമാണ്. ഹൃദയതാരകം എന്ന ഗ്രൂപ്പിന് ഒരു 22,000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. നല്ല സജീവമായ ചർച്ചകളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും ഇന്നും ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും എന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ സുനിൽ മണ്ണൂത്തി എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യപ്രകാരം മണ്ണൂത്തി എന്ന തൃശ്ശൂർ ജില്ലയിൽ ഒരു മനോഹരമായ ജയൻ സാറിന് വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു നടൻ്റെ പേരിൽ ബസ് സ്റ്റോപ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പലപ്പോഴും പറയാറുള്ളത് ബ്രൂസിലിക്ക് കിട്ടിയ അതേ ഒരു അംഗീകാരം തന്നെയാണ് ജയൻ സാറും കിട്ടിയത്. മരണത്തിന് ശേഷമുള്ള ഖ്യാതി. ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടത്. കോഴിക്കോട് ലക്ഷ്മി ടോക്കീസിൽ വരുന്ന ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഓരോ സിനിമകളും വീണ്ടും വീണ്ടും വരികയും ശക്തി, നമ്മുടെ തടവറ, അങ്ങാടി, ഒരുപാട് സിനിമകൾ, പിന്നെ നമ്മുടെ അനുപല്ലവി, സർപ്പം, ഇത്തരം സിനിമകൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും കണ്ട പടങ്ങളിൽ വീണ്ടും കാണുക. അടിമക്കച്ചവടം എന്ന സിനിമ, അങ്ങനെയുള്ള ഒരു കാലഘട്ടം എന്നുവെച്ചാൽ സിനിമ ഒരു വിനോദോപാധിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നടനോട് ഇത്രയും ഒരു താല്പര്യം ഉണ്ടായത് ആ ജയനോട് മാത്രമായിരുന്നു. അതിലൂടെ നമ്മളും ജയനോട് സിനിമയുടെ താല്പര്യം ഉണ്ടാവുകയും സിനിമയുടെ ഒരു ഭാഗമാക്കായി വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുകയും അങ്ങനെ എനിക്കും ഒരു 10 മിനിറ്റ് സിനിമയുടെ ചെറുതെങ്കിലും ഭാഗമാകാൻ സാധിച്ചു. അതൊക്കെ കാരണം ശരിക്ക് നമുക്ക് അറിയാണ്ട് ഇദ്ദേഹത്തിൻ്റെ ആത്മാവെന്ന് പറയാം. ഞാൻ കുറച്ചു കാലം ദുബായിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു റേഡിയോയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനാണ്, ഏഷ്യാനെറ്റ് റേഡിയോയിൽ. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ ബൈക്ക് ജാവ നന്നാക്കുന്ന എറണാകുളം രവിപുരത്തെ ശിവേട്ടൻ, അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ജോസ് പ്രകാശൻ മകൻ രാജൻ ജോസഫ് പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആലിപ്പ് അഷ്റഫ് ജയൻ ശബ്ദം കൊടുത്ത, ഇതൊക്കെ ജയൻ സാറിൻ്റെ കൂടെയുള്ള കുറേ പരിചയമുള്ള ആൾക്കാരെ ശരിക്കും പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ജയൻ്റെ അനിയൻ്റെ മകൻ കണ്ണൻ നായർ മരിച്ചുപോയി. അദ്ദേഹത്തിനുമായിട്ട് ഞാൻ ഫോൺ സംസാരിക്കുകയും നേരിട്ട് കാണാൻ എനിക്ക് ശരിക്കുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്തു. അപ്പം എന്താണെന്നറിയില്ല, നമ്മളൊരു നടൻ്റെ പിന്നാലെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും നമുക്കറിയാൻ സാധിക്കുന്നു. കൊല്ലംകാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കംപ്ലീറ്റ് ഈ എറണാകുളമായിരുന്നു.
എറണാകുളത്തിൻ്റെ 1978 ഇല്ല 74 80 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പത്മിനി കാറുണ്ടായിരുന്നു, ഫിയറ്റ് കാറുണ്ടായിരുന്നു. അതുപയോഗിച്ചാണ് അദ്ദേഹം പല സിനിമകളുടെ ലൊക്കേഷനിലേക്കും പോകുന്നത്. സ്വന്തമായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് അങ്ങനെയൊക്കെ അന്ന് സ്വന്തമായി രാജൻ ജോസഫിൻ്റെ കീഴിലുള്ള ഒരു ടൈലർ ഷോപ്പിൽ നിന്നായിരുന്നു അത് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഷർട്ടാണെങ്കിലും പാൻറ്റാണെങ്കിലും അങ്ങനെ അന്നത്തെ ഒരു സിനിമയുടെ ട്രെൻഡായിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അങ്ങനെ ശരിക്കും പറഞ്ഞു തരാൻ പറ്റാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു നടനാണ്. പിന്നെ കുതിരപ്പുറത്താണെങ്കിലും ഈ ഒരു മനോഹരമായൊരു പാട്ട്, ഇപ്പോൾ ദീപം എന്ന സിനിമയിൽ ദൂരെ എന്നൊരു പാട്ടുണ്ട്. പാട്ട് കംപ്ലീറ്റ് ഈ കുതിരപ്പുറത്ത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മലയാള സിനിമയിൽ മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സത്യൻ മാഷിൻ്റെ സിംഹാസനം എന്നും ഒഴിഞ്ഞു കിടക്കും എന്ന് പറഞ്ഞ പോലെ ജയൻ്റെ സിംഹാസനം എന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. 2000 സമയത്ത് വീണ്ടും ജയൻ തരംഗം ഉണ്ടാകാൻ ഏറെക്കുറെ കാരണം മിമിക്രിക്കാരായിരുന്നു. പക്ഷേ ഈ മിമിക്രിക്കാർ അനുകരിക്കുന്ന ശബ്ദം യഥാർത്ഥം ജയൻ സാറിൻ്റെ ശബ്ദമല്ല. ജയൻ സാറിൻ മരണപ്പെടുമ്പോൾ ചിത്രീകരണം ഭാഗികമായിരുന്ന ഒരുപാട് പടങ്ങളുണ്ടായിരുന്നു. ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യം, കോളിളക്കം, മനുഷ്യമൃഗത്തിൻ്റെ കുറച്ച് ബാലൻസ്, ഇത്തരം സിനിമകളിലൊക്കെ ഡബ്ബിംഗ് നിർവഹിച്ചിരിക്കുന്നത് ആലപ്പി അഷ്റഫാണ്. അപ്പോൾ അദ്ദേഹം അറിയാതെ കുറച്ച് വാക്കുകൾ നീട്ടിപ്പരുത്തിയത് കൊണ്ട് അതാണ് ജയൻ്റെ ശബ്ദം തെറ്റിദ്ധരിച്ച് ഈ മിമിക്രിക്കാർ അത് വൾഗറായിട്ട് വളരെ മോശമായ രീതിയിൽ ഒരുപാട് വേദികളിൽ അത് അനുകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു നീതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നടി ഷീലയും ജയനും കൂടി 5 ഫിംഗേഴ്സ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങാൻ തീരുമാനിക്കുന്നു. ചാകര സിനിമയുടെ സെറ്റിൽ ആണ് അതിൻ്റെ ഡയറക്ടറായ PG വിശ്വംഭരൻ ചെയ്യാൻ പോകുന്ന പുതിയ പടം. ആ പടത്തിൻ്റെ തിരക്കഥ രചിച്ചത് ഷെരീഫാണ്. പക്ഷേ ജയൻ സാറ് മരണപ്പെട്ടതോടുകൂടി ആ സിനിമ ജയൻ ചെയ്യേണ്ട റോള് സുകുമാരൻ ചെയ്യേണ്ട റോളിലേക്ക് നമ്മളെ മമ്മൂട്ടി വന്നു ചേർന്ന് ആ സിനിമയാണ് സ്ഫോടനം. കുട്ടനാടും പരിസര പ്രദേശങ്ങളിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സിനിമ ഈ ഷീലയും ജയനും നിർമ്മിച്ച് ജയൻ നായകനായി ചെയ്യേണ്ട സിനിമയായിരുന്നു. ആ സിനിമ കഴിഞ്ഞിട്ട് ശരിക്കും തുഷാരം എന്ന സിനിമ ഉണ്ടായിരുന്നു. വിശിഷിയുടെ നല്ല ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. ജിയോ മൂവീസിൻ്റെ ഫിലിം കാശ്മീരിലൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഏകദേശം നവംബർ 16-17 തിരിച്ച് കാശ്മീരിൽ ഈ പടത്തിന് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. പിന്നീട് അത് പടം നിന്ന് കുറച്ചു കാലം മാറി ശേഷം രതീഷ നായകനാക്കി IV ശശി ആ സിനിമ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ശരിക്കും ജയന് ഒരുപാട് ഹോളിവുഡിൽ പോലും എത്തേണ്ട ഒരു അവസ്ഥകളുണ്ടായിരുന്നു. ശരിക്കും ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു. ഹിന്ദി കോളിളക്കത്തിൻ്റെ സെറ്റിൽ പോലും ഹിന്ദി സിനിമയുടെ നിർമ്മാതാക്കൾ പോലും വന്ന് ചർച്ച ചെയ്തു എന്നൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കോളിളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പുള്ള 2 ദിവസം പീരുമേട്ടിലെ ഹാഷ്ലി എസ്റ്റേറ്റിലായിരുന്നു അറിയപ്പെടാത്ത രഹസ്യത്തിൻ്റെ ഷൂട്ടിംഗ്. നവംബർ 14 ആനയുമായുള്ള മൽപ്പിടുത്തം, അതിലും ഒരു അപകടത്തിന് രക്ഷപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ 7:30 മണി മുതൽ 2:30 മണി വരെ കാനനച്ചായൽ എന്നൊരു പാട്ടുണ്ട്, ജയഭാരതിയും ഈ ജയനുള്ള പാട്ട്. അത് ഇന്നത്തെ കാലഘട്ടമൊക്കെ ആലോചിക്കുമ്പോൾ രാവിലെ 7:30 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 2:30 മണിയോട് കൂടി ഒരു ഗാനം അവിടെ ചിത്രീകരണം കഴിയായിരുന്നു. അങ്ങനെ തന്നെ കാത്തിരിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ കൂടെ കാറിൽ അവസാന യാത്ര അങ്ങനെ പിരിമേടുന്ന് പോവുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് ഈ പറയുന്ന നവംബർ 16 കോളിളക്കത്തിൽ ഷൂട്ട് നടക്കുന്നതും അവിടുന്ന് ആക്സിഡൻറ്റ് മരണപ്പെടുന്നതും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും മനോഹരമായിട്ട് സാഹസിക രംഗങ്ങളിൽ അഭിനയിച്ച മറ്റൊരു നടൻ എൻ്റെ അഭിപ്രായത്തിലില്ല എന്ന് പറയാം. അദ്ദേഹത്തിന് അമിതാഭ് ബച്ചനോട് ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. അങ്ങനെ ഹിന്ദി സിനിമയിൽ ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഷൂട്ടൊക്കെ നടന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കോളിളക്കത്തിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അഭിനയിക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു വക്ത് എന്ന ഹിന്ദി സിനിമയുടെ റീമേക്കാണ് കോളിളക്കം. അങ്ങനെ ആ സിനിമയിലില്ലാത്ത ഒരു സീനാണ് തിരക്കഥാകൃത്ത് എഴുതി ചേർത്തത്, ഹെലികോപ്റ്ററിലുള്ള ഫൈറ്റ്. അവിടെ നിന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ജയനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നമുക്ക് ഈ സമയം മതിയാവില്ല. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തട്ടെ.